എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജ. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് വേണ്ടി ഒരു പാലക്കാടൻ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. പാലക്കാട് ഭാഗത്തൊക്കെ ചായയുടെ സമയത്ത് ഇതൊരു പ്രധാന സ്നാക്കാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിനെ അവിടെ എന്താ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ വിളിക്കുന്നത് കടുക് വറുത്തിട്ട കടല എന്നാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ വറുത്തിട്ട കടല എന്ന് സിമ്പിളായിട്ട് വിളിക്കാം. അപ്പോൾ വേണ്ടത് കടല ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതായപ്പോൾ ഞാൻ ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറുത്തിടാനുള്ള സംഭവങ്ങൾ, കടുകും മുളകും കറിവേപ്പിലയും പിന്നെ ഒരു സവാളയും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ വളരെ സിമ്പിളാണ്, വളരെ വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കും വേണമെങ്കിൽ കഴിക്കാൻ. കാരണം ഇതിൽ നമ്മൾ ആ വറുത്തിടുന്ന മുളകല്ലാതെ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. എരിവ് അധികം കഴിക്കാത്തവർക്കും കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്ന ഈ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കടുക് വറുത്തിട്ട കടല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേറെ എണ്ണ വേണമെങ്കിൽ എടുക്കാം. വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് വറുത്തിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുക് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. കടുക് കുറച്ച് കൂടുതലായിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം. ആ വറുത്തിട്ട ടേസ്റ്റ് അതിന് ഉള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ചിലർക്ക് കടുക് അധികമൊന്നും ഇഷ്ടമല്ല, അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. കടുക് ഏകദേശം പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മുളകിടാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നേരിട്ട് നമുക്ക് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ കറിവേപ്പില ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിനകത്തോട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. കാരണം ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇത് കുറച്ചൊന്ന് മൊരിയണം. വല്ലാതെയല്ല, എന്നാലും ആ എണ്ണയൊക്കെ അതിനകത്ത് പിടിച്ച് ആ ഒരു കടുക് വറുത്തിട്ടതിൻ്റെ ടേസ്റ്റും പിടിക്കണം. കടല റെഡി ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സവാള ഒന്ന് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്ത സവാള എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിന് മുമ്പ് ഇടരുത്. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സവാളയുടെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് വല്ലാതെ അങ്ങ് വരും. അത് അത്ര ഒരു രസമുള്ളൊരു സംഭവമല്ല. അപ്പം നിങ്ങൾ എപ്പോഴാണോ ഇത് കഴിക്കാൻ എടുക്കുന്നത്, ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അതിതാ ഇതുപോലെ അങ്ങ് മുകളിലോട്ട് വിതറി കൊടുക്കുക. സവോള ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇത് ചുമ്മാ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത് ചൂടോടുകൂടി തന്നെ കഴിക്കുക. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ സവോളയുടെ ടേസ്റ്റ് വരും, പച്ച ടേസ്റ്റ്. അതൊരു സുഖമില്ലാത്ത ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് നാളികേരത്തിൻ്റെ കഷ്ണമോ പച്ചമുളകോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ, ബ്യൂട്ടിഫുൾ ആൻഡ് യമ്മി. അപ്പോൾ ട്രൈ ചെയ്യുക. സ്റ്റേ ഹോം, ബി സേഫ്. ഓക്കെ, നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.